ഇനി നമ്മൾ ആ സാധനം ആ മലയിലൂടെയാണ് കൊടൈക്കനാൽ അതാണ് ശരിക്കും ഒരു റോഡ് പോലും ഇല്ലാത്ത ആ പാറയിലൂടെ ഈ വാഹനങ്ങളൊക്കെ ആ യാത്രയിലേക്കാണ്. ചില സ്ഥലങ്ങളിൽ വലിയ പാറക്കെട്ടുകൾ മാത്രം, അതിലൂടെ ഓരോ ജീപ്പുകളും പിടിച്ചു കയറുന്ന പ്രകൃതിയായിരുന്നു. ജീപ്പിന്റെ നിയന്ത്രണം ഒരിഞ്ച് തെറ്റിയാൽ വലിയ താഴ്ചയിലേക്ക് ജീപ്പുകൾ പോകും. ഓരോരുത്തരും വളരെ ത്രില്ലിങ്ങോടെ എന്നാൽ സാഹസികതയോടെ ജീപ്പുകൾ കയറ്റി. വെള്ളം ശക്തമായി ഒഴുകി കല്ലുകളും പാറകളും ഇളകിക്കിടക്കുന്ന സ്ഥലങ്ങളിലൂടെയായിരുന്നു യാത്ര. ഓരോരുത്തരായി അവരുടെ വാഹനങ്ങൾ കയറ്റി. ചിലർ കല്ലിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണാമായിരുന്നു. ചിലരുടെ ജീപ്പുകൾ വശത്തേക്ക് മറിയാൻ തുടങ്ങുന്ന കാഴ്ചകളും ഉണ്ടായിരുന്നു. മുൻപിൽ കയറിയ ജീപ്പിൽ നിന്ന് പിഞ്ച് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള വാഹനങ്ങളെ കയറ്റി. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടണോ അതോ വണ്ടിയും കൊണ്ട് തിരിച്ചു വരണോ എന്നുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു. പിന്നെ എല്ലാവരും കൂടി സഹായിച്ചു പിഞ്ചൊക്കെ ഇട്ട് കയറ്റി. അതിന് പിന്നാലെ വന്ന വാഹനവും കല്ലുകൾക്കിടയിൽ താഴ്ന്നു. അതും പിഞ്ചിന്റെ സഹായത്തോടെ തന്നെ കയറ്റുകയുണ്ടായി. ഒരു ഗ്രൂപ്പിന്റെ ടീം വർക്കാണ് ഇവിടെ കാണാൻ സാധിച്ചത്. എല്ലാവരും പരസ്പര സഹകരണത്തോടെയും സഹായത്തോടെയും എക്സ്പീരിയൻസ് ഉള്ളവരും ഇല്ലാത്തവരുമായി ഒരേ രീതിയിൽ തന്നെ യാത്ര തുടങ്ങി. ഈ യാത്രയുടെ പ്രത്യേകത എക്സ്പീരിയൻസ് ഉള്ളവരും ആദ്യമായി എത്തുന്നവരും ഉണ്ടായിരുന്നു എന്നതാണ്. ഇത്തരത്തിലൊരു ട്രിപ്പിന് ട്രാക്ക് നിശ്ചയിച്ചതും ഇത്തരത്തിൽ ഈ ഗ്രൂപ്പിന്റെ ഏകോപിപ്പിച്ചതും കോട്ടയം റോഡ് ആൻഡ് ട്രാക്ക് ഓട്ടോമൊബൈൽസിലെ ശ്യാം കുര്യനാണ്. ഇപ്പൊ തന്നെ നമ്മളൊരു 10 to 15 ജീപ്പിന്റെ ഗ്യാങ് അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം 3-4 വർഷത്തേക്ക് ഇങ്ങനെ പുതിയ റൂട്ട് ആദ്യമേ ഇറക്കിയായിട്ട് ഒരു വണ്ടിയെ പോയി. ഫോർ-വീൽ ജീപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ യു ഹാവ് ടു ഡു ദിസ് കൈൻഡ് ഓഫ് ടെറൈൻ. അതെനിക്ക് തോന്നുന്നു റോഡിൽ കൂടെ നമ്മൾ ഫോർ-വീൽ യൂസ് ആവശ്യം വരുന്നു. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് ടെറൈൻ റിയലി gives you that immense pleasure and that adventure of people. And it's just what we call 4x4. അതെന്താണെന്ന് മനസ്സിലാക്കാം. പിന്നീട് മരങ്ങൾ നിറഞ്ഞ ചെമ്പുത്തായ വഴിയിലൂടെ കയറ്റങ്ങൾ കയറി. ചില സ്ഥലങ്ങളിൽ വെള്ളം ശക്തമായി ഒഴുകിപ്പോയതിനാൽ ചില ജീപ്പുകൾ അതിൽ താഴ്ന്ന കാഴ്ചയും നിരവധി ഉണ്ടായിരുന്നു.